ലിറ്ററിൻ്റെ മേളിലുണ്ട് കേട്ടോ. ആ വേറൊരു കുപ്പിയിലും കൂടെ നിറച്ച് കേട്ടോ. ലിറ്ററിൻ്റെ ശവം 9600. എൻ്റെ മോനെ, ഈ സാമാനത്തിൻ്റെ ഒരു ഫാനാണ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ഉറക്കെണീറ്റതുള്ളതുകൊണ്ട് മുഖമൊക്കെ ഒരുമാതിരി ഉറക്കശീലത്തിലായിരിക്കും ഇരിക്കുന്നത്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ എബിൻ്റെ വണ്ടി ബാംഗ്ലൂരിലേക്ക് നമ്മൾ ട്രെയിൻ വഴി കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ എന്തൊക്കെ അതിന് പ്രൊസീജിയർ ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ളൊക്കെ വീഡിയോ ആയിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, സോ ഗൈസ്, വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ടാറ്റ പറയാം. ഓക്കെ, വലിച്ചോ. നമ്മൾ ജിക്സറിലായിരിക്കും കേട്ടോ നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് നമ്മളെ ഫെയറിങ് മാത്രം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ ബാക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ചെളിയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മളെ കാറും അത്യാവശ്യം നല്ല രീതിക്ക് ചെളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. താഴെ മൊത്തം ചെളിയാണ് മഴയത്ത് ഓടുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ കേട്ടോ നമ്മളാ വാഷ് ചെയ്യണ കട വരുന്നത്. വന്നോ ആവോ? വന്നില്ലല്ല. ഓ, തെണ്ടി പോസ്റ്റ് ആക്കും എന്നെ. അയ്യോ അയ്യോ, ഒരുത്തം ബൈക്കിൽ പോകാതാണ്. അയ്യോ, ഇപ്പം ഇടിച്ചിരുന്നേനെ. അങ്ങോട്ട് നോക്കണം. ഇവിടെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞേട്ടാ, ബൈക്കിൽ നിന്ന് ചെയ്യത്തില്ല, ആളില്ലെന്ന്. നമുക്ക് അപ്പുറത്തൊരു കടയുണ്ട്, അങ്ങോട്ടും കൂടെ പോവാം. അടുത്ത സ്ഥലം ഇതാണ് RR കാർ കെയർ വളവാണ്. ഇവിടെ നമ്മളെ ടർഫും ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കളിക്കാം. എന്തോടാ അത് വന്ന് വീണത്? എന്തോ സാധനം അതിൽ നിന്ന് വീണ് കഴിച്ചു. ചെയ്യുമല്ല ഏത് 2 കിലോമീറ്റർ ഇല്ലല്ലോ. എബിൻ, എടാ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചടാ നിന്നെ. സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു നിന്നെ. നിന്റെ എന്താടാ അത്? മുടിയൊക്കെ വളർത്തി വണ്ടി അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ വാഷും ചെയ്ത് രൂപം ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് റിഫ്രഷ്മെൻറ്റ് ആവാം. നല്ല ദാഹിക്കുന്നുണ്ട്. വാട്രോ ആവാ. ക്രോസ് കയറിങ്ങട്ടായി. കേട്ടാ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വിജയിക്കും. എന്താ വേണം? ഇത് ഫ്രൂട്ട് സർബത്തല്ലേ? ഇന്നത്തെ ഫ്രൂട്ട് സർബത്ത് അത്ര കൊള്ളായിരുന്നില്ല കേട്ടോ. സാധാരണ നൈസായിട്ടുള്ളതായിരുന്നു. ഇന്നെന്തോ അത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ വണ്ടിയിൽ പെട്രോൾ ഇനിയും കിടപ്പുണ്ട് കേട്ടോ. അപ്പം അത് ഊറ്റി കളയണം. അപ്പം അതിനാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. കുറേ വലിച്ച് അവസാനം വന്നു കേട്ടോ. ഇനി അറ്റം മട്ടം കിടക്ക് വരുന്നത്. ലിറ്ററിൻ്റെ മേളിലുണ്ട് കേട്ടോ. ആ വേറൊരു കുപ്പിയിലും കൂടെ നിറച്ച് കേട്ടോ. ലിറ്ററിൻ്റെ മേളിൽ ദുരിതത്തിൽ ഇപ്പോൾ കിടപ്പുണ്ട്. വണ്ടിയിൽ നിന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവാ കേട്ടോ. ന്യൂട്രല് അടിച്ചാ നീ അങ്ങനെ ഒരു 1.25 ലിറ്റർ ഉണ്ട് കേട്ടോ. ശരിടാ, താങ്ക്സ് ടാ. നിന്നില്ലേ എൻ്റെ മോനെ? എംജിയുടെ മൈലേജ് അതിൻ്റെ അതിന് ഒട്ടും ഇല്ല കേട്ടോ പെട്രോൾ. എന്നിട്ട് വണ്ടി ഓടുകയാണ്. മൊത്തം നമ്മൾ ഊറ്റി എടുത്തിട്ടുണ്ട്. ഇവിടെ ജംഗ്ഷൻ തന്നെ കേട്ടോ റെയിൽവേ സ്റ്റേഷൻ.
എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കേട്ടോ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ. അപ്പുറത്താണ് നമ്മളെ സാധനങ്ങളൊക്കെ കയറ്റി അയക്കുന്നതൊക്കെ, അപ്പുറത്താണ് കാർഗോയും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ കേട്ടോ ആ പാർസൽ ഓഫീസ്. എൻ്റെ വണ്ടി കൂടെ കയറ്റി അയക്കുമോ അവന്മാർ? എന്തുറ്റി ഇവിടെ വയ്ക്കേണ്ടി വരും. ഇതുവരെ നിന്നില്ലല്ലേ? പതറാനൊന്നുമില്ല. ഒരു മിസ്സിങ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ വണ്ടി. നമുക്ക് ഇതും കൂടെ വെക്കാനുണ്ട് കേട്ടോ സെൻട്രൽ സ്റ്റാൻഡ്. എന്നാലേ അവര് പാർസലില് നമുക്ക് കയറ്റി വിടാൻ പറ്റത്തുള്ളൂ. എല്ലാ വണ്ടിയുടെയും പെട്രോളും കാര്യങ്ങളൊക്കെ ഊറ്റി കളയാനോ കേട്ടോ ആക്സിലേറ്ററൊക്കെ കൊടുത്തിട്ട്. ഈ ഒരു സാമാനം കൊണ്ടിട്ടാണ് നമ്മൾ അവിടെ സെൻട്രൽ സ്റ്റാൻഡ് വയ്ക്കാൻ കഷ്ടപ്പെട്ട് കേട്ടോ. സത്യം നമ്മൾ സെൻട്രൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇനി പെട്രോൾ ഊറ്റാറുണ്ട്. ഇപ്പം ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത് ആധാർ, ഇൻഷുറൻസ്, പിന്നെ RC. ഇത്രയാണ് ഇപ്പോൾ ഇവിടെ തൽക്കാലം പറഞ്ഞിട്ടുള്ളത്. സീരിയസ് ആണ് ഈ ടോപ്പിക്, നമ്മൾ സീരിയസ് ആണ്. ഓക്കെ ഗൈസ്, സീരിയസ് ഗൈസ്. നമുക്ക് RC ഓണറിൻ്റെ ആധാർ കാർഡ്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആരാണോ കയറ്റി അയക്കുന്ന അയാളുടെ ആധാർ കാർഡ്, പിന്നെ ഇൻഷുറൻസിൻ്റെ കോപ്പി, RCയുടെ കോപ്പി, ഇത്രയാണ് കേട്ടോ വേണ്ടത്. MT-15 ചൗര കേട്ടോ. പെട്രോൾ ഇല്ലെങ്കിലും ഓടും വേണ്ടാരോ. നമ്മളെ വണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും കിടന്ന് അടിച്ചടിച്ചടിച്ച് അവസാനം പെട്രോൾ എല്ലാം തീർന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ കൂടെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കിടന്ന് അടിക്കാനും പറ്റത്തില്ല. അതാണ് വേറെ വിഷയം. മിറർ ഊരാണ്ട് കേട്ടോ. എല്ലാം കൂടെ ഊരിയിട്ട് വേണം അവിടെ കൊണ്ടുപോകാനായിട്ട്. ഇനി എല്ലാം ഇവൻ അവിടെ പോയി ഫിറ്റ് ചെയ്യാൻ വേണം. അതാണ് വേറെ വിഷയം. താഴെ നമ്മൾ സെൻട്രൽ സ്റ്റാൻഡ് കെട്ടുകമ്പിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് കെട്ടുകമ്പിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചാർജസ് വരുന്നത് 2 വീലറിന് ഒരു വെഹിക്കിളിന് 295 കേട്ടോ. പിന്നെ ബാഗേജും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 177 രൂപയാണ്. പിന്നെ ഓരോ പാർസൽ കാര്യങ്ങൾ സൈസും വെയിറ്റും ഒക്കെ അനുസരിച്ച് വേറെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശവം നമ്മളവിടെ വണ്ടി പാക്ക് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മളിവിടെ എബിൻ്റെ കടയിൽ കഴിക്കാൻ വന്ന കേട്ടോ. എബിൻ്റെ സ്വന്തം കട. അതിനുള്ള അഹങ്കാരമൊന്നുമില്ല കേട്ടോ ഗൈസ്. ഇവിടുത്തെ ക്യാഷ്യറാണ് ഗൈസ്. കടയുടെ പേരെന്താ? കുട്ടീസ് തമ്പോനേരു. അപ്പുറത്ത് മനോരമ ഉണ്ട് കേട്ടോ. മനോരമയുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഹോട്ടലാണ്. ഇപ്പോഴത്തെ ഫ്രൈഡ് റൈസും ബിരിയാണി അടിക്കുക. നമ്മൾ ഇനി അവിടെ നമ്മൾ പാർസൽ ഓഫീസിൽ ഇനി നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ട് കേട്ടോ. പക്ഷെ ആ അടയ്ക്കേണ്ടതാണ് ഭയങ്കര ലേറ്റ് ആവുന്നത്. നിറച്ച് തിരക്കാണ്. പിന്നെ അതുപോലെ തന്നെ വിളിക്കാനും ഭയങ്കരമായിട്ട് താമസിക്കും. എപ്പോൾ വിളിക്കും ഇനി എപ്പോൾ കഴിയുമെന്ന് അറിയത്തില്ല. നാളെ ഉച്ചയ്ക്കല്ലേ? നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ട്രെയിൻ എന്ന് പറയുന്നത്. ഇവ ഇന്ന് രാത്രി 9 മണിക്ക് പോവുകയും ചെയ്യും. ചെറുക്കൻ്റെ ഫോണിൽ സ്കിൻ ഒട്ടിക്കാനായിട്ട് വന്നേനെ കേട്ടോ. അവൻ്റെ iPhone 17 ആണ്. ഇവിടെ വന്നിട്ട് ഇപ്പം ഇനി അവന്മാർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പം ഞാനിനി ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. മറ്റേ പാർസലിൻ്റെ ഓഫീസിൻ്റെ കാര്യങ്ങൾ കഴിയുമെന്നാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ അവന്മാർ വന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. എമാർക്ക് അവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അവിടെ എഴുതി വെച്ചേക്കുന്ന 295 എന്നാണ് ചാർജ് എഴുതി വെച്ചിരുന്നത്. പക്ഷെ അത്രയല്ല. മൊത്തം എത്രയായി? അടുത്തോട്ടൊന്നു 1173. മറ്റേ
1173 എന്തോ ഇതിന്റെ കയറ്റി വിടുന്നതിന്റെ ചാർജ് നേരത്തേക്ക് ഉണ്ടായിട്ടത്. പിന്നെ 600 രൂപ അവരുടെ പാക്കിങ്, ലോഡിങ് ചാർജ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ 2000 രൂപ ആവും കേട്ടോ. ആ എഴുതി വെച്ചേക്കുന്ന ആരും അങ്ങനെ വിശ്വസിക്കണ്ട. അപ്പൊ ഇതായിരിക്കും മൊത്തം പ്രൊസീജിയർ കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി മുടിയും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ട് വന്നേട്ടാ. അവ ഇപ്പോൾ 9 മണിക്ക് പോവുകയാണ് എബിൻ ബാംഗ്ലൂരിലേക്ക്. വണ്ണസിലാട്ടോ പോകുന്നത്. പറ്റുന്നുണ്ടെങ്കിൽ വണ്ടിയും കൂടെ കാണിച്ചു തരാം. കാണിച്ചു തരാം. വണ്ടി വന്ന് കിടക്കുന്നു. ഈ കിടക്കുന്ന ഏട്ടാ അവൻ പോകുന്ന വണ്ടി. അടി ഇതേത് മോഡലാ? മറ്റേ 9600 വോൾവോ ഇല്ലേ? 9600. എൻ്റെ മോനെ, ഈ സാമാനത്തിൻ്റെ ഒരു ഫാനാണ്. ഇതിൽ യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഇന്നേവരെ നടന്നിട്ടില്ല. ഇനി എബിൻ പോയിട്ട് വേണം എനിക്കിനി അങ്ങോട്ട് ബസ്സിലോട്ടൊക്കെ ബസ്സിലായിട്ടൊക്കെ പോകാനായിട്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക്. വോൾവോയുടെ സൗണ്ട്. കൊമ്പൻ ഫാനാണ് കേസ്. ദീപുവാ അമ്മി. മൾട്ടി ആക്സിൽ കണ്ടോ? ഈ ബാക്ക് തിരിയോ? ഈ വീല് തിരിയോ? എവിടെ ഇതാ കേട്ടോ മോഡല് 9600. ഗൈസ്, ജർമ്മനിയുടെ ടീഷർട്ടൊക്കെ ഇട്ട് എടാ നീ നേരെ ഫുട്ബോൾ കളിക്കാൻ പോണാ? എന്റെ മോൻ, ഇതിനകത്ത് ഇത്ര സ്പേസ് ഉണ്ടാ? കിടന്നു പോവല്ലേ ഇതിനകത്ത്? ഇതാണ് എബിന്റെ അച്ഛനും അമ്മയും. ഇതും ഓടാ ശരിടാ. പിന്നെ കരയിലേടാ. ഗൈസ്, അങ്ങനെ ചെറുക്കൻ പോവുകയാണ് ഗൈസ്. വോൾവോ പെസിനും ടാറ്റ വണ്ണസ്. മൾട്ടി ആക്സിൽ. അത് വളയല്ലേ എൻ്റെ മോനെ. കേട്ടോ 9600 SLX. 9600 SLX. ഓക്കെ താങ്ക് യു ഫോർ ദി ഇൻഫോ സാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കുവാണ്. അപ്പം രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.